ആരാധിക്കേണ്ടതെന്നായിരുന്നു ചിങ്ങത്തിന് ആണ്ടോടാണ്ട് വരാറുള്ള തിരുത്ത്. കന്നിയും തുലാവും കഴിഞ്ഞ് വൃശ്ചികമായാൽ മുൻപൊക്കെ മാലയിട്ട് നോമ്പ് നോക്കുകയായിരുന്നെങ്കിൽ ഇപ്പോ ഓരോരോ കഥകൾ തിരുത്തുന്നതിലാണ് സ്പെഷ്യലൈസേഷൻ. പണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇപ്പോ വഖഫിനോട് ചേർത്ത് ശബ്ദം ഉയർത്തി അപഹസിക്കുകയാണ് വാവരെ. വാവരെ അപഹസിക്കുക എന്നാൽ വാവരി സ്വാമിയോടുള്ള ദേഷ്യം എന്നല്ല, വാവർ പ്രതിനിധീകരിക്കുന്ന ആ സമുദായത്തോടുള്ള വിദ്വേഷം എന്നാണ്. 18-ാം പടിയുടെ താഴെ ഇരിക്കുന്ന വാവർ വഖഫ് കൊടുത്തതാണ് ശബരിമല എന്ന് ആരെങ്കിലും പറഞ്ഞാലും അയ്യപ്പൻ ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് ആ വാവരെ നമുക്ക് വേണമോ എന്നതാണ് ചോദ്യം. വാവരില്ലാതെ അയ്യപ്പനും അയ്യപ്പനില്ലാതെ വാവരുമുള്ള ഏതെങ്കിലും ഒരു ചടങ്ങ് ശബരിമലയിലുണ്ടോ? വാവരെ ബന്ധിപ്പിക്കാത്ത ഏതെങ്കിലും ആചാരമുണ്ടോ ശബരിമലയിൽ? വാവർക്ക് മാത്രമല്ല, കൊച്ചുതൊമ്മനും ഇടമുള്ള ശബരിമലയുടെ ചരിത്രമാണ് യേശുദാസിന്റെ ശബ്ദത്തിലെ ഹരിവരാസനം അയ്യപ്പനുള്ള ഉറക്കുപാട്ടാകാനുള്ള കാരണം. ഗുരുവായൂരിൽ കയറാൻ കഴിയാത്ത യേശുദാസ് സോപാനത്തിങ്കൽ നിന്ന് കണ്ണിറയെ കണ്ടു പാടുന്നത് ഈ ശാസ്താവ് വേറിട്ട അവതാരമായതിനാലാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വാവരില്ലാതുണ്ടോ അയ്യനി ത്രിഭുവനത്തിങ്കൽ. ഗുരുവായൂരിൽ വർഷാവർഷം നടക്കുന്ന ഒരു ആഘോഷമുണ്ട്. അതിൽ നിന്ന് വേണം നമ്മൾ ഈ ഇപ്പോഴത്തെ വാദങ്ങളിലേക്ക് നടന്നു കയറാൻ. മമ്മിയൂർ അയ്യപ്പ ഭജന സംഘം നടത്തുന്ന ദേശവിളക്ക് വാഴപ്പോളയിൽ മുളയാണി കുത്തിയും കുരുത്തോലയിൽ ഈർക്കിലിയാണി തുളച്ചും അവിടെയുണ്ടാക്കുന്നത് അയ്യപ്പനും ഭഗവതിക്കും കൊച്ചുകടുതയ്ക്കുമുള്ള ക്ഷേത്രങ്ങൾ മാത്രമല്ല, വാവർക്കുള്ള പള്ളി കൂടിയാണ്. പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് തുടങ്ങുന്ന ആ ചടങ്ങിൽ നിന്ന് വാവർ പള്ളി വേണ്ട എന്ന് വയ്ക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. കാൽവിളക്ക് നടത്തിയാൽ മതി. അതിലാണെങ്കിൽ അയ്യപ്പന് മാത്രം അമ്പലം മതി. പക്ഷേ അരവിളക്കും മുഴുവിളക്കും നടത്താൻ തീരുമാനിച്ചാൽ വാവര് പള്ളി ഇല്ലാതെ പറ്റില്ല. കാൽവിളക്കാക്കിയാലും ആ പ്രതിസന്ധി തീരുന്നില്ല. ശാസ്താംപാട്ടിലെ അയ്യപ്പനും വാവരും കണ്ടുമുട്ടുന്ന ഭാഗമാണ് കോമരങ്ങൾ ദേശവിളക്കിൽ അവതരിപ്പിക്കുന്നത്. ആലപ്പുഴ കടപ്പുറത്ത് കണ്ടുമുട്ടുന്നത് കുതിരപ്പുറത്തേറിയ അയ്യപ്പനും ആനപ്പുറത്ത് വരുന്ന വാവരുമാണ്. ഈ തുല്യശക്തികളുടെ ആ ഏറ്റുമുട്ടലിലും ആരും തളരുന്നില്ല എന്നതും ആരും തോൽക്കുന്നില്ല എന്നതുമാണ് ഗുരുവായൂരിൽ മാത്രമല്ല നാടെങ്ങും നടക്കുന്ന ദേശവിളക്കുകളിൽ പാടുന്നത്. ഉടുക്കുപാട്ടിലും പാടുന്നത് അതുതന്നെ. അയ്യപ്പൻ പാട്ടിലും അയ്യപ്പൻ പാനയിലും അതുതന്നെയാണ്. ഉടുക്കും പാനയും അയ്യപ്പൻ തീയാട്ടവും കൂടി കേരളത്തിൽ നിന്നും ഒഴിവാക്കാതെ വാവർ ഒഴിഞ്ഞു പോകില്ല. എരുമേലിയിൽ പോയി പേട്ട തുള്ളുന്നത് ഇനി ഒഴിവാക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യവും പ്രസക്തമാണ്. ഇനി അത് ഒഴിവാക്കിയാലും മുറിച്ചെറിയാൻ പറ്റാത്ത കോർത്തിണക്കപ്പെട്ട മറ്റ് ചടങ്ങുകളുമുണ്ട്. അമ്പലപ്പുഴ സംഘം എരുമേലിയിൽ വന്ന പേട്ട തുള്ളി പള്ളിയിലെത്തി വാവരെയും കൂട്ടി ശബരിമലയിലേക്ക്. പിന്നാലെ വരുന്ന ആലങ്ങാട്ട് സംഘം വാവർ നേരത്തെ പോയതറിഞ്ഞ് പള്ളിയിൽ കയറാതെ പുറത്ത് പേട്ട തുള്ളി ശബരിമലയിലേക്ക്. ഈ ചടങ്ങുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെയും ആലങ്ങാട്ട് സംഘത്തിന്റെയും ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുക? ആഴിപൂജകൾ നടത്തി എരുമേലിയിൽ എത്തുന്നത് തന്നെ വാവർ നടയിൽ പേട്ട തുള്ളാനല്ലാതെ മറ്റെന്തിനാണ്? ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നുവെന്ന് കൈകൂപ്പുന്നത് വാവർ നടയിലേക്കുള്ള പേട്ട തുള്ളലിലാണ് എന്ന് മറന്നുപോകാൻ പാടുള്ളതാണോ? ശബരിമല തീർത്ഥാടനം ഒരു വൈദിക ക്രമമല്ല, അതൊരു ആരാധനാക്രമമാണ്. ഗുരുവായൂർ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ എടുക്കുന്ന നോമ്പല്ല മലയ്ക്ക് മാലയിടുന്ന ഭക്തർ നോൽക്കുന്നത്. ഗുരുവായൂരിൽ മേൽശാന്തിമാർക്കും കീഴ്ശാന്തിമാർക്കും ഭക്തരെ തൊടാൻ അനുവാദമില്ല. അഥവാ തൊട്ടുപോയാൽ വീണ്ടും കുളിക്കണം. ഭക്തർ അനുവാദമില്ലാത്ത ഇടങ്ങളിൽ സ്പർശിച്ചാൽ ശുദ്ധക്രിയകൾ ചെയ്യണം. ശബരിമലയിൽ യേശുദാസിനും യൂസഫലി കേച്ചേരിക്കും AT ഉമ്മറിനും പൂവച്ചൽ ഖാദറിനും തൊടാൻ കഴിയുന്നത് ഭക്തരുടെ മനസ്സിൽ മാത്രമല്ല, മേൽശാന്തിമാരെയും തന്ത്രിമാരെയും കൂടിയാണ്. അങ്ങനെ സാധിക്കുന്നത് കൊണ്ടാണ് അയ്യപ്പനെയും വാവരെയും ആരാധിക്കാൻ കഴിയുന്നതും. ഉദിച്ചുയർന്ന മാമലമേലെ ഉത്രം നക്ഷത്രമെന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും പാപം പറിച്ചിട്ടാൽ പമ്പയെന്ന് RK ദാമോദരനും എഴുതുന്ന അതേ ഭക്ത പാരവശ്യത്തോടെ ധർമ്മശാസ്താവേ എന്ന് നീട്ടി വിളിച്ചെഴുതിയത് പൂവച്ചൽ ഖാദറാണെന്നത് കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അതാണ് ഓരോ മണ്ഡലകാലത്തും റെക്കോർഡുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് സംഗീതമിട്ടത് AT ഉമ്മർ ആണെന്നും വല്ലപ്പോഴുമെങ്കിലും നമുക്കോർക്കാം. ഓണം വാമന ജയന്തിയായി ആചരിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അത് ആചാരങ്ങൾ നടത്തുന്നവരെ മാത്രം ബാധിക്കുന്ന കാര്യമായിരുന്നു. സാമാന്യ ജയത്തിന്റെ ഓണാഘോഷത്തിന് കമ്മറ്റുകളൊന്നും അതിനനുസരിച്ച് പരിപാടികൾ ഇതുവരെ വേണ്ടെന്ന് വെച്ചിട്ടില്ല.
ശബരിമലയിൽ സുപ്രീം കോടതി പറഞ്ഞാലും സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അതും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. അത് തന്ത്രിമാർ തീരുമാനിക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാവരെ കുടിയിറക്കാൻ നോക്കിയാൽ അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യാഘാതം അത് വളരെ വലുതായിരിക്കും. കാരണം വാവർക്ക് സ്വന്തമായി ഭൂമിയും നടയും ഒന്നുമില്ല. അയ്യപ്പന്റെ നടയിലെ ഒരു വശത്തെ കാവൽക്കാരൻ മാത്രമാണ്. അയോധ്യയിൽ എന്നതുപോലെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ കേരള സമൂഹത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്നും ന്യൂനപക്ഷ മുസ്ലിങ്ങളെ ഇറക്കിവിടാനുള്ള നീക്കമാണ് പ്രത്യേക അജണ്ടയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന് ആയുധമാക്കുന്നത് മുനമ്പത്തെ ഭൂമി പ്രശ്നവും. വഖഫിനെ കിരാതനാക്കുമ്പോൾ കിരാതൻ പരമശിവന്റെ അവതാരമാണ്, സാക്ഷാൽ ദൈവം തന്നെ. വഖഫ് എന്നാലും ദൈവത്തിൻ്റേത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് കിരാതം എന്ന് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞാൽ പ്രത്യേകിച്ച് വേദനിക്കേണ്ട കാര്യമില്ല എന്ന് സാങ്കേതികമായി പറയാം. മുനമ്പത്തെ വഖഫ് പ്രശ്നം അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. സബ് ജുഡീസ് എന്ന് പറയാം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ അഭിപ്രായം പറയാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ അത് കൊടിയ ചട്ടലംഘനമാണ്. ശബരിശൈലത്തിലെ മേൽശാന്തി പദത്തിലും ഉപരി മറ്റൊരു രാജയോഗമുണ്ടോ എന്ന് PC അരവിന്ദൻ പാട്ടെഴുതിയത് ഈ കേന്ദ്രമന്ത്രിക്ക് വേണ്ടിയാണ്. ശബരിമല മേൽശാന്തി അയ്യപ്പന് മാത്രമുള്ളതല്ല, വാവർക്കും കൊച്ചുകടുത്തയ്ക്കും കൊച്ചുതുമ്മനും മാളികപ്പുറത്തമ്മയ്ക്കും എല്ലാം കൂടിയുള്ളതാണ്. വാവരെ വിശ്വാസത്തിൽ നിന്നും ഇറക്കിവിട്ടാൽ ശബരിമലയിലെ മണിമണ്ഡപം വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. ആ മണിമണ്ഡപത്തിൽ കുടികൊള്ളുന്ന മണികണ്ഠൻ വർഷത്തിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാത്രമാണ് ശാസ്താവിൽ വിലയം പ്രാപിക്കുന്നത്. ബാക്കിയുള്ള 360 ദിവസവും വാവർക്കൊപ്പം അവിടെയാണ് കഴിയുന്നത്. 360 ദിവസവും വാവർക്കൊപ്പം കഴിയുന്ന ആ അയ്യപ്പനെ കാണാൻ വന്ന് പന്തളത്തു രാജാവ് താമസിക്കുന്നതും മാളികപ്പുറത്തിനടുത്തുള്ള ആ മണിമണ്ഡപത്തിൽ തന്നെ. മകരവിളക്ക് കാലത്ത് തിരുവാഭരണപ്പെട്ടിയിൽ നിന്നും എടുത്ത് ആ 5 ദിവസം ആരാധിക്കുന്നത് വാവരുടെ തോടനായ കൊമ്പൻ മീശ വെച്ച അയ്യപ്പനെയുമാണ്. വാവരെ മാറ്റേണ്ടി വന്നാൽ തിരുവാഭരണപ്പെട്ടി വരെ മാറ്റേണ്ടി വരില്ലേ എന്ന സംശയം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും. നമസ്കാരം.